ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു മോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ മോളാണ് അത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി എടുത്തിരിക്കുന്ന ക്ലോത്ത് ഇവിടെ ദൃശ്യക്കുട്ടിയുടെ ഒരു ടോപ്പ്, പുതിയ ടോപ്പാണ്. അപ്പോൾ അത് പാകമാവാതെ വന്നപ്പോൾ അതിൽ നിന്ന് മുറിച്ച് എടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ നല്ല ക്ലോത്തൊക്കെ നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ വച്ചിരിക്കുന്നതൊക്കെ നമുക്കിതുപോലെ എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വലിപ്പത്തിനനുസരിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ നീളം, 5 സെൻറ്റിമീറ്റർ വീതിയൊക്കെ ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ചെറിയ ബോ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അളവ് കുറച്ചെടുത്താൽ മതി. എളുപ്പം എങ്ങനെയാണെന്നുള്ളത് പേപ്പറിൽ കാണിച്ചു തരുന്നുണ്ട്. ദേവുട്ടിക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് ആളൊരു ഹോബിയാണ് കേട്ടോ. ആള് നല്ലൊരു ചിത്രകാരിയാണ്. നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും. തനിയെ പഠിച്ചതാണ്. ചെറിയ ചെറിയ പടങ്ങളൊക്കെ നോക്കി വരച്ചിട്ട് പിന്നെ ഓരോന്ന് വരച്ച് തനിയെ പഠിച്ചതാണ്. ഇതിന് നമുക്ക് തയ്യൽ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. കളറും ഡിസൈനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല ഭംഗിയാണ്, നല്ല കളറാണ്. ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന കളറല്ല. അത് ഇടാൻ പറ്റാത്തതിൻ്റെ, ആ ടോപ്പ് ഇടാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ദൃശ്യക്കുട്ടിക്ക്. പാകമാവാതെ ആയിപ്പോയി. അപ്പോൾ ദേവുട്ടിക്ക് തോന്നിയ ഐഡിയയാണ് അത്. ചുമ്മാ അങ്ങനെ ഇരുന്ന് അങ്ങനെ കളയണ്ട, അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ മുടിയിൽ ഇടാൻ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മുടിയിലിടാം, കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ദൃശ്യക്ക് അതൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.